കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ പുരുഷാരത്തിന് അങ്ങേയറ്റം ആദ്യം സന്തോഷം തരുന്ന ഒരു വാർത്തയായിട്ടാണ് അത് വന്നത്. ശ്രീമാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞു, കേരളത്തിലെ പുരുഷന്മാർ അവര് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ അവരുടെ ബുദ്ധിമുട്ട് കുറച്ച് പരിഹരിക്കാനായിട്ടുള്ള നയപരിപാടികൾ സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നു. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയില് ഒരു ബ്രൂവറി കൊണ്ടുവന്നാൽ എന്താ? ഇങ്ങനെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കണ്ട, അത്രയും സമയം അവർക്ക് ലാഭിക്കാം. വളരെ നല്ല മനോഭാവത്തോടുകൂടി നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹം അങ്ങനെയാണല്ലോ, ഏതു നയപരിപാടികളും പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളെ അങ്ങ് ആവേശത്തിമിർപ്പിലാക്കുന്ന രീതിയിലുള്ള നയപരിപാടികളാണല്ലോ ശ്രീമാൻ പിണറായി വിജയൻ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് പറയുന്നതാണ്? സഹാക്കന്മാര് എല്ലാ ദിവസവും പാടി പുകഴ്ത്തുന്ന അങ്ങനെയാണ്, ഞങ്ങളുടെ ഇരട്ടച്ചങ്കൻ ഈ കേരളത്തെ, ഈ ദൈവത്തിന്റെ സ്വന്തം നാടിനെ ഇരു കൈയിലും വെച്ച് താലോലിച്ച് വളർത്തി പരിപാലിച്ച് പരിപോഷിപ്പിച്ച് അങ്ങ് എത്തിക്കുവാണെന്നാണ് പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും നല്ല സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനാണെന്ന് പറഞ്ഞു വെച്ച സഹാക്കന്മാരുള്ള നാടായത്. അപ്പൊ പിന്നെ അവർക്കിരിക്കട്ടെ ആ ഒരു ക്രെഡിറ്റ്. അങ്ങനെ പുരുഷന്മാരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുവാൻ ശ്രീമാൻ പിണറായി വിജയൻ എലപ്പുള്ളിയിൽ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് ബ്രൂവറി തുടങ്ങാൻ അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞ് ആ അനുമതി തത്വത്തിൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കഷ്ടം തോന്നും നമ്മുടെ ചേട്ടന്മാരൊക്കെ. ഇപ്പൊ ചേട്ടന്മാരെന്ന് മാത്രം ഞാൻ പറയുന്നില്ല, ചേച്ചിമാരെയും ഞാൻ അതിൽ പെടുത്തുകയാണ്. ഇപ്പൊ ജെൻഡർ ഈക്വാളിറ്റി ആണല്ലോ എല്ലാത്തിലും. ഇപ്പൊ മദ്യം കഴിക്കുന്നതിലും കഞ്ചാവ് അടിക്കുന്നതിലും പഫ് എടുക്കുന്നതിലും സിറിഞ്ച് കുത്തുന്നതിലും ഒക്കെ ജെൻഡർ ഈക്വാളിറ്റി വേണമെന്ന് ശഠിക്കുന്ന നാടാ നമ്മുടെ കേരളം. അവനായാൽ എനിക്കെന്താണെന്ന് ചോദിക്കുന്ന നട്ടലുള്ള പെൺകുട്ടികളുള്ള നാടാണ് അല്ലേ? ഇപ്പൊ മാതാപിതാക്കൾക്ക് വീട്ടില് പെൺകുഞ്ഞുങ്ങളോട് നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, നീ അങ്ങനെ പറയരുത്, നീ ഇങ്ങനെ പറയരുതെന്ന് പറയാൻ പേടിയാ. കാരണം ജെൻഡർ ഈക്വാളിറ്റിയാ. ആ ജെൻഡർ ഈക്വാളിറ്റി ഉള്ള നാട്ടില് ആണിന്റെ മനസമാധാനത്തിന് വേണ്ടി എന്ന് ഞാൻ പറയില്ല, ഈ രണ്ട് ജെൻഡറിനും വേണ്ടിയിട്ട് ശ്രീമാൻ പിണറായി വിജയൻ അവരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുവാൻ വേണ്ടി ഒരു ബ്രൂവറി അങ്ങ് ഒയാസിസിന് സമ്മാനിച്ചിരിക്കുക. 600 കോടിയാണ് മുതൽ മുടക്ക്. ആ 600 കോടി എതിലെയൊക്കെ ഒഴുകി എങ്ങനെയൊക്കെ AKG സെന്റർ വഴി കറങ്ങി ഇറങ്ങി പിണറായിയിലെത്തുമെന്നും കണ്ണൂരിലെത്തുമെന്നും ഒക്കെ നമുക്കറിയാം. കാരണം അഴിമതി തൊട്ടു തീണ്ടാത്ത മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളം ഭരിക്കുന്നതല്ലേ? CAG റിപ്പോർട്ട് വന്നു. കോവിഡിന്റെ കാലഘട്ടത്തിൽ പോലും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ഭരണം നടത്തിയ ഒരു മുഖ്യമന്ത്രിയുടെ നാടായി കേരളം അധപതിച്ചതിന്റെ കഥ നമ്മൾ മനസ്സിലാക്കിയത് CAG റിപ്പോർട്ട് വന്നപ്പോഴാ. കോവിഡ് കാലത്ത് പുറത്തിറങ്ങാൻ പറ്റാതിരുന്ന നമ്മളെ എങ്ങനെയാണ് പറ്റിച്ചത്? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിക്കൊണ്ട് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ ഉൾപ്പെടെ കോവിഡ് കാലത്ത് നടത്തിയ അഴിമതി ഒരല്പമെങ്കിലും ലജ്ജയുണ്ടോ ഇപ്പോഴും മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും തങ്ങൾ അഴിമതി നടത്തിയെന്ന് പറയാൻ? CAG റിപ്പോർട്ട് വന്നു. ആ CAG റിപ്പോർട്ട് പ്രകാരം പുറത്തു വന്ന മറ്റൊരു കണക്കാണ്, വൻകിട ആളുകളുടെ അടുത്തു നിന്നും 28,000 കോടി രൂപയോളം ടാക്സ് പിരിച്ചെടുക്കുവാനുണ്ട് ഈ സർക്കാർ. എന്താ നട്ടലില്ലാത്തത്? കേരളത്തിനൊന്നുമില്ലേ? കേരളം പട്ടിണിയിലാണ്. കേരളത്തിനൊന്നും തരുന്നില്ലേ? കേന്ദ്രം കനിയുന്നില്ല.
എന്തൊക്കെയാണ് ഇവർ ഇവിടെ പറഞ്ഞു നടക്കുന്നത്? 28,000 കോടി രൂപ ടാക്സ് പിടിച്ചെടുക്കാൻ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരുടെ അടുത്തുനിന്നുള്ളതല്ല, വൻകിട മുതലാളിമാരുടെ വൻകിടക്കാരുടെ അടുത്തു നിന്നും 28,000 കോടി രൂപ ടാക്സ് പിരിച്ചെടുക്കുവാൻ ഈ കേരളത്തിന് ഇന്നും കഴിഞ്ഞിട്ടില്ല. ഇരട്ടച്ചങ്കന്റെ കേരളമാ. ആ കേരളത്തിലേക്കാണ് ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ നൽകാനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രൂവറി എത്തിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇതുവരെ തൊഴിൽ നൽകാൻ പിണറായി വിജയന് സാധിച്ചിട്ടില്ല. എന്തായിരുന്നു ആദ്യം അധികാരത്തിൽ വരുമ്പോൾ പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ മുഖമുദ്രയായിട്ട് അവർ പറഞ്ഞത്? ഹരിത കേരളം. ഇപ്പോ പാടം നികത്താനുള്ള ലൈസൻസും 5 സെന്റ് വരെ നികത്താമെന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ നികത്തിക്കൊണ്ടിരിക്കുക. ഭൂമാഫിയകള് ഇറങ്ങി വിലസിക്കൊണ്ടിരിക്കുക. 1,00,000 ഹെക്ടർ ഭൂമി ഉണ്ടായിരുന്ന പാലക്കാട്, കൃഷി ചെയ്തിരുന്ന പാലക്കാട്, ഇന്ന് നെൽകൃഷിക്ക് എത്ര ഭൂമി ഉണ്ടായെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. എവിടെയാണ് കൃഷിഭൂമി ഉള്ളത്? ഹരിത കേരളത്തെ സൃഷ്ടിക്കുമെന്നാണ് പിണറായി വിജയൻ ആദ്യം അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഞങ്ങൾ തുറക്കാൻ പോകുന്നത് സ്കൂളുകളാണ്, ബാറുകളല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പിണറായി വിജയന്റെ പാർട്ടി ഞങ്ങൾ തുറക്കാൻ പോകുന്നത് സ്കൂളുകളാണ്, ബാറുകളല്ല എന്ന് പറഞ്ഞ ശ്രീമാൻ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ അടച്ചുപൂട്ടിയ സ്കൂളുകൾ എത്രയാണെന്ന് കണക്കെടുക്കുക, തുറന്ന ബാറുകൾ എത്രയാണെന്ന് കണക്കെടുക്കുക. 1995 AK ആന്റണി ഏതാണ്ട് 18 കമ്പനികൾക്ക് ലൈസൻസ് അന്ന് വരെ ഉണ്ടായിരുന്നത് അത് മതി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അതിനുശേഷം പിന്നെ ബാറുകളൊന്നും അനുവദിക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്ര ബാറുകൾ ഇവിടെ തുറന്നിട്ടുണ്ട്, എത്ര മദ്യം ഈ കേരളത്തിൽ ഒഴുകുന്നുണ്ട്, കണക്കെടുക്കണ്ടേ? എനിക്ക് പറയുവാനുള്ളത് ഈ കേരളത്തിലെ കുടുംബങ്ങളോട് സന്തോഷം കിട്ടുവാൻ, സന്തോഷിക്കുവാൻ, ഒരു നിമിഷം സ്വസ്ഥമാകുവാൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കേരളീയൻ ഒഴുക്കുന്ന കോടികൾ എത്രയാണെന്നറിയാമോ? ഈ കേരളം ഇന്ന് പിടിച്ചു നിൽക്കുന്നത് അബ്കാരി നയത്തിന്റെയും ലോട്ടറി കച്ചവടത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. 2023 പുതുവത്സര തലേന്ന് കേരളത്തിൽ ഒഴുകിയത് 98.53 കോടിയുടെ മദ്യമാ ഒറ്റ ദിവസം കൊണ്ട്. ഈ 2024 പുതുവത്സരം കഴിഞ്ഞപ്പോൾ 108 കോടി രൂപയുടെ മദ്യമാ കേരളത്തിൽ ഒഴുകിയത്. ഇതറിയുന്നുണ്ടോ? ഇത് നമ്മൾ അറിയുന്നുണ്ടോ? 23 നിന്നും 13 കോടിയുടെ വർധനമാണ് 24 ആയപ്പോഴത്തേക്കും ഈ കേരളത്തിൽ ഒറ്റ ദിവസം കൊണ്ട് പുതുവത്സര തലേന്ന് മദ്യം ഒഴുകിയത് ഈ കേരളത്തിൽ. ഈ കേരളത്തിൽ എവിടെയാ മദ്യത്തിന് ഇപ്പൊ കുറവുള്ളത്? എവിടെയാണ്? ഒരു മാസം ഏതാണ്ട് 20 ലക്ഷം കേസ് മദ്യമാണ് ഈ കേരളത്തിൽ വിറ്റുപോകുന്നത്. ആ 20 ലക്ഷം കേസ് മദ്യം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്പിരിറ്റിന് വേണ്ടിയുള്ള ജലത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഏതാണ്ട് 80 ലക്ഷം ലിറ്റർ വേണം. ഈ 20 ലക്ഷം കേസ് മദ്യം ഇവിടെ കുടിച്ചു ചാകുവാൻ ഇവിടുത്തെ മനുഷ്യന് ആവശ്യത്തിൽ കൂടുതൽ മദ്യം ഇപ്പോൾ ഈ കേരളത്തിൽ ഒഴുകുന്നുണ്ട്. എന്നിട്ടും പിന്നെ ഇനി ഇവിടെ വന്ന് സ്പിരിറ്റ് ഉണ്ടാക്കി എന്താണ് ബ്രൂവറിയുടെ പ്രത്യേകത പറഞ്ഞത് മുഖ്യമന്ത്രി? 6 സംയോജിത മദ്യനിർമ്മാണ യൂണിറ്റുകളാണ് ഒന്നിച്ചു വരാൻ പോകുന്നത്. ആഹാ, വീട്ടിലിരിക്കുന്ന അമ്മ പെങ്ങന്മാർക്കൊക്കെ അരിയും അന്നവും ഒക്കെ കൃത്യമായിട്ട് എത്തിക്കുവാൻ 6 സംയോജിത മദ്യനിർമ്മാണ യൂണിറ്റുകൾ ഒന്നിച്ചെലപ്പുള്ളിയിൽ വരാൻ പോകുക. പാലക്കാടുകാരെ നിങ്ങൾക്ക് അഭിമാനിക്കാം. വേറെ ഒരു ജില്ലയും തെരഞ്ഞെടുത്തില്ല, നിങ്ങളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പിണറായി വിജയൻ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങളൊരു പൊന്നാടയിടുക. ഒരു ദിവസം ഈ ഒയാസിസ് കമ്പനിക്ക് മദ്യം ഉണ്ടാക്കാൻ വേണ്ടത് ഒരു ദിവസം
1,00,000 ലിറ്റർ വെള്ളമാണെന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് നിങ്ങൾ പിണറായി വിജയന് മാലയിടുക, ഇവിടുത്തെ സഹാക്കന്മാർക്ക് മാലയിടുക. ഒരു ദിവസം ഒയാസിസ് കമ്പനിക്ക് വേണ്ടത് 1,00,000 ലിറ്റർ വെള്ളമാ പറയുന്നത്. മഴവെള്ള സംഭരണി വെച്ച് വെള്ളം ഉണ്ടാക്കുമെന്ന്. ഇപ്പൊ മഴ പോലും കേരളത്തിലേക്ക് കൃത്യമായിട്ട് എത്താത്ത സാഹചര്യത്തിലേക്ക് വന്നു. ഇപ്പൊ വരുന്നത് വലിയ പ്രളയങ്ങളൊക്കെയാ. കുന്നിടിയുന്നു, ചൂരൽമല പോലെയുള്ള ദുരന്തങ്ങള്. ഇന്ന് കണ്ടുകൊണ്ടിരുന്നവരെ നൂറുകണക്കിന് ആളുകളെ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വൻ ദുരന്തങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. സാധാരണ കേരളത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന മഴയൊക്കെ എവിടെ പോയി? മഴവെള്ള സംഭരണി ഉപയോഗിച്ച് ഒയാസിസ് കമ്പനി ഇവിടെ ആളുകളെ കുടിപ്പിച്ചു കിടത്താൻ വേണ്ട എത്ര വെള്ളം വേണോ അത്രയും ഉണ്ടാക്കും. നിങ്ങളുടെ ഭൂമിയിൽ നിന്നും ഒരു തരി വെള്ളം, ഒരു തുള്ളി വെള്ളം എടുക്കില്ല എന്നാണ് അവർ പറയുന്നത്. പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോ കേരളം കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാവനയില് വളരെ ഏറ്റവും നല്ല സംസ്ഥാനമായിട്ട് അങ്ങ് വികസിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇടതുപക്ഷത്തെ അധികാരത്തിൽ കൊണ്ടുവന്നു. പിണറായി വിജയൻ വന്നതിന് ശേഷം ഈ കേരളം കുഴിച്ചു കുഴിച്ചു കുഴിച്ച് ഇപ്പൊ ഏതവസ്ഥയിലാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതേ അവസ്ഥ തന്നെയാണ് ഒയാസിസ് കമ്പനിക്ക് നിങ്ങൾ അനുമതി കൊടുത്താൽ പ്രിയപ്പെട്ടവരെ അനുഭവിക്കാൻ പോകുന്നത്. അവര് കുഴിച്ചു കുഴിച്ചു കുഴിച്ച്, ഓർക്കുന്നില്ലേ പ്ലാച്ചിമട, മൈലമ്മയെ ഓർക്കുന്നില്ലേ? ഒന്നുമല്ലെങ്കിലും ഒരു സഖാവായിരുന്ന അച്യുതാനന്ദൻ വന്ന് സമരം നടത്തിയത് ഓർക്കുന്നില്ലേ? അച്യുതാനന്ദനൊക്കെ ഇപ്പൊ എവിടെയുണ്ട് ആർക്കറിയാം? അച്യുതാനന്ദനും മൈലമ്മയും ഒക്കെ നേതൃത്വം കൊടുത്ത പ്ലാച്ചിമട സമരം, ആ പ്ലാച്ചിമടയിൽ ഉണ്ടായ ദുരന്തങ്ങൾ, ആ ദുരന്തത്തിന്റെ അവശേഷിപ്പുകൾ ഇന്നും നമ്മുടെ കൺമുന്നിലില്ലേ? ഒയാസിസ് കമ്പനി മഴവെള്ള സംഭരണി സ്ഥാപിച്ച് ഇവിടെ ബ്രൂവറിക്ക് ആവശ്യമായ വെള്ളം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ പിണറായി വിജയൻ അധികാരം കൊടുത്തപ്പോൾ എങ്ങനെയാണോ കേരളം കുഴിച്ചു കുഴിച്ചു കുഴിച്ച് സഖാക്കന്മാർ കുട്ടിച്ചോറാക്കിയത്, അതുപോലെ തന്നെ ഒരു വ്യത്യാസവുമില്ലാതെ ഈ കമ്പനി എലപ്പുള്ളിയെ കുഴിച്ചു കുഴിച്ചു കുഴിച്ച് ഒരു തരി വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന 55,000-ലധികം ആളുകൾ വസിക്കുന്ന സ്ഥലമാക്കി എലപ്പുള്ളിയെ മാറ്റും. 1,00,000-ലധികം ആളുകളാണ് ആ പഞ്ചായത്തിൽ ജീവിക്കുന്നത്. ആ പഞ്ചായത്തില് ഇന്ത്യ സഖ്യമാ ഭരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര നട്ടലോടുകൂടി BJPക്ക് ഇതിനെതിരെ പ്രതികരിക്കുവാൻ സാധിക്കുന്നത്? ഇത് അഴിമതിയാണെന്നും ജനങ്ങളെ അപകടത്തിലാക്കുന്ന പദ്ധതിയാണെന്നും തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ BJPയുടെ വാർഡ് മെമ്പർമാർ, എലപ്പുള്ളി പഞ്ചായത്തിലുള്ള വാർഡ് മെമ്പർമാർ സമരവുമായി അവർ തെരുവിലിറങ്ങി. ആ സമയത്തും എലപ്പുള്ളി പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് ഉൾപ്പെടെ ഒയാസിസ് കമ്പനിക്ക് സ്ഥലം എടുത്തു കൊടുക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. അവിടെ VD സതീശന്റെ കോൺഗ്രസും പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്നിട്ടുള്ള ഇന്ത്യ സഖ്യം ഒയാസിസ് കമ്പനിക്ക് വേണ്ടി ഒരേ തൂവൽ പക്ഷികളായി എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുവാനായി ഇവിടുത്തെ MPയോ MLAയോ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. മാങ്കൂട്ട മക്കൾ ലണ്ടനിൽ കൂടി ആടിപ്പാടി നടക്കുകയാണെന്ന് അറിഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് കുടിവെള്ളം മുട്ടുമ്പോഴും ഇവിടുത്തെ MPയും MLAയും ഒക്കെ വിദേശ യാത്രകളുടെ സുഖം പറ്റി പലർത്തുമായിരിക്കും. ആ ഗതികേട് നമുക്കുണ്ടാവണോ? ആർക്കു വേണ്ടിയാണ് ഇനി ഇവിടെ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇതിന്റെ മറ്റൊരു വലിയ ദുരന്തം എന്താണ്? ഈ കഴിഞ്ഞയിടെ നടന്ന ഒരു സർവേ റിപ്പോർട്ട് 600 വിദ്യാർത്ഥികളിൽ പഠനം നടത്തി. 600 വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് 19 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളിൽ, മയക്കുമരുന്നിനും മദ്യത്തിനും അടിപ്പെട്ട വിദ്യാർത്ഥികളിൽ ഗവൺമെന്റ് ഒരു പഠനം നടത്തി. ഗവൺമെന്റിന്റെ ഏജൻസി. അതിലേതാണ്ട് 155 വിദ്യാർത്ഥികൾ കുറ്റാരോപിതരാണ്. അവർക്ക് സ്റ്റാമ്പ് അടിക്കാനും സിറിഞ്ച് കുത്താനും കഞ്ചാവ് വാങ്ങാനും
മദ്യം വാങ്ങാനും ഒക്കെ പണം കിട്ടാതെ വന്നപ്പോൾ മാല പൊട്ടിക്കാനും മോഷ്ടിക്കാനും സുഹൃത്തിന്റെ നെഞ്ചിൽ കഠാരി വെച്ച് പണം വാങ്ങാനും പോകുന്ന രീതിയിലേക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്ത 155 വിദ്യാർത്ഥികളെ അതിൽ കണ്ടെത്തിയത്. എങ്ങോട്ടാണ് ദൈവത്തിന്റെ സ്വന്തം നാട് പോകുന്നത്? കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ കണ്ടതെന്താ? സ്വന്തം സഹപാഠിയുടെ ശരീരത്തിൽ കോമ്പസ് കൊണ്ട് കുത്തി കുത്തി, ഓരോ കുത്തിലും 1 കുത്ത് 2 കുത്ത് 3 കുത്തെന്ന് പറഞ്ഞുകൊണ്ട് അത് വട്ടം വലുതാക്കി അതിൽ ഫിനോയിൽ ഒഴിച്ച് രസിച്ച SFIയുടെ, അതായത് ശ്രീമാൻ പിണറായി വിജയന്റെ പൊന്നോമന മക്കളെ കണ്ടു കഴിഞ്ഞിട്ട് അധിക ദിവസമായോ? നമ്മുടെ വിദ്യാർത്ഥികൾ എങ്ങോട്ടാ പോകുന്നത്? ഈ 600 കുട്ടികൾ, ഈ കേരളത്തിന്റെ പരിച്ഛേദമാണ് സർവേ നടത്തപ്പെട്ട 600 കുട്ടികൾ. അവര് തുടങ്ങിയത് വെറും ഒരു പുകവലിയില്ല. പിന്നെ അവര് കഞ്ചാവിന്റെ ഒപ്പം സുലഭമായി കിട്ടുന്ന മദ്യം, ആ മദ്യം വാങ്ങാൻ അമ്മയുടെ താലിമാല പോലും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ മടിയില്ലാത്ത 19 വയസ്സ് പോലും പൂർത്തിയാകാത്ത ആൺമക്കളുള്ള വീട്. എവിടെയാണ് മനസമാധാനം? ഏത് കുടുംബത്താണ് മനസമാധാനം? ഏത് കുടുംബത്താണ് സന്തോഷം മാതാപിതാക്കൾക്കുള്ളത്? ഈ സാമൂഹിക വിപത്തിനെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ഏതാണ്ട് 20 ലക്ഷം കേസ് മദ്യം ഈ കേരളത്തിൽ മുങ്ങിച്ചാവാൻ പോകുന്ന അത്രയും മദ്യം ഇവിടെ ഉണ്ട്. അത് പോരാഞ്ഞിട്ടാണ് ഇനി 6 സംയോജിത മദ്യശാലകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണം ആരംഭിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കാണുന്നത് പെപ്സിയും കൊക്കോകോളയും അതുപോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെങ്കിൽ, നാളെ നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് നടന്നു പോകുന്നതും തിരിച്ചു വരുന്നതും 2 കൈയിലും ഒയാസിസ് കമ്പനിയുടെ കുപ്പി പിടിച്ചുകൊണ്ടായിരിക്കും. ആ ഗതികേടിലേക്കാണ് കേരളത്തെ എത്തിക്കുന്നത്. ഇവിടെ സഖാക്കന്മാർക്ക് ഇതിൽ വിഷമമുണ്ടാവില്ല. കാരണം സഖാക്കന്മാരുടെ മാനദണ്ഡം എന്താണെന്ന് അവർ പൊളിറ്റിക്സിൽ എടുത്തിരിക്കുന്ന നിലപാട്, ഇന്ന് കേരളത്തിൽ ഒരു കൾച്ചറൽ കമ്മ്യൂണിസം വളർന്നു വരുന്നു. കൾച്ചറൽ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, നാടിന്റെ സാംസ്കാരിക നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന്. ഈ നാടിനെ നശിപ്പിക്കുന്ന കൾച്ചറൽ കമ്മ്യൂണിസം വളർന്നു വരുന്നു. ഇന്ന് നമ്മുടെ പെൺമക്കളോടൊക്കെ ഒരു 25-26 വയസ്സാകുമ്പോൾ നിനക്ക് കല്യാണം ആലോചിക്കട്ടെ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? എനിക്കിപ്പോ കല്യാണം വേണ്ട അപ്പ, എനിക്കിപ്പോ കല്യാണം വേണ്ട അമ്മ, ഞാൻ എന്റെ സ്വന്തം കാലിൽ നിൽത്തോട്ടെ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അത് വലിയൊരു നല്ല ബഹുമാനമുള്ള കാര്യമായിരുന്നു അല്ലേ ആ വാക്ക്? പക്ഷേ ഇന്ന് നമ്മളുടെ പെൺമക്കൾ ഉൾപ്പെടെ വിവാഹം എന്ന് പറയുന്ന ഏറ്റവും നമ്മുടെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായ കുടുംബം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് കടക്കാൻ പോലും താല്പര്യമില്ലാത്ത രീതിയിൽ ഇവിടുത്തെ കൾച്ചറൽ കമ്മ്യൂണിസം അതിന് പോലും വിലങ്ങ് തടിയിട്ടിരിക്കുന്നു. താലി പൊട്ടിക്കാൻ പറയുന്നു, ചുംബന സമരം നടത്താൻ പറയുന്നു. ഇതുപോലെയുള്ള ബ്രൂവറികളെ കൊണ്ടുവന്ന് നമ്മുടെ മക്കളോട് നിങ്ങൾ ആവോളം മതിച്ച് രസിച്ചോളാൻ പറയുന്നു. നിങ്ങൾ ലഹരി എത്ര വേണേ ഉപയോഗിച്ചോളാൻ പറയുന്നു. ആ കൾച്ചറൽ കമ്മ്യൂണിസം അല്ലേ നമ്മള് കോട്ടയം നഴ്സിംഗ് കോളേജിൽ കണ്ടത്? ആ കൾച്ചറൽ കമ്മ്യൂണിസം അല്ലേ ഇവിടെ പാലക്കാട് സിദ്ധാർത്ഥനെ കൊല ചെയ്തപ്പോൾ നമ്മൾ കണ്ടത്? വയനാട്ടിൽ ഒരു സിദ്ധാർത്ഥൻ ഇല്ലാതായപ്പോൾ നമ്മൾ വിചാരിച്ചു അതവിടെ തീർന്നുവെന്ന്. പക്ഷെ ഓരോ സിദ്ധാർത്ഥന്മാരെയും സൃഷ്ടിക്കുവാൻ വേണ്ടുന്ന രീതിയിലുള്ള കൾച്ചറൽ കമ്മ്യൂണിസത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇവിടുത്തെ സഖാക്കന്മാർ പാഞ്ഞു നടക്കിയ എങ്ങനെ അധികാരം നിർത്തണം, എങ്ങനെ മാർക്സിസവും ലെനിനിസവും ആർക്കും വേണ്ടാത്ത തെരുവിൽ വലിച്ചെറിയപ്പെട്ട മാർക്സിസവും ലെനിനിസവും ഒക്കെ നമ്മുടെ മക്കളിൽ കൂടി എങ്ങനെ കേരളത്തിൽ നിലനിർത്തണം, അതിന് അവരൊക്കെ കുറച്ച് പുകയ്ക്കണം. അതിന് നമ്മുടെ മക്കളൊക്കെ ഒരു സിറിഞ്ചെടുക്കണം. അതിന് നമ്മളുടെ മക്കൾക്കൊക്കെ ഒരു സ്റ്റഫാവാം. അതിന് നമ്മുടെ മക്കൾക്കൊക്കെ അല്പം പിടിച്ചു പറയാവാം. അതിന് നമ്മുടെ മക്കൾക്കൊക്കെ കമ്മ്യൂണിസത്തിന്റെ പുരോഗമനപരമായ ആശയം എന്ന് പറയുന്ന താലി പൊട്ടിക്കലാവാം. മാതാപിതാക്കളെ എടാ എടി എന്ന് വിളിക്കലാവാം. കൂടെ പാട്ടും പാടാം. എന്താണ്? കൾച്ചറൽ കമ്മ്യൂണിസത്തിന്റെ ഭാഗമായിട്ട് തന്നെ പാട്ടുകൾ വരെ വന്നില്ലേ? എന്താ പാട്ട്?
വെളിപാട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ നമ്മുടെ മക്കളൊക്കെ ഇപ്പോഴും പാടി നടക്കുന്നുണ്ട്. എന്റെ അമ്മയുടെ ജിമിക്കിയും കമ്മലും എന്റെ അപ്പൻ കട്ടോണ്ട് പോയി. അപ്പൊ എന്താ പറ്റിയത്? എന്റെ അപ്പൻ കമ്മലും ജിമിക്കിയും കട്ടോണ്ട് പോയപ്പോ എന്റെ അമ്മ എന്റെ അപ്പന്റെ ബ്രാൻഡി കുപ്പി കുടിച്ചു തീർത്തു. എത്ര മധുര മനോഹരമായ പ്രതികാരം! ഇതാണ് കൾച്ചറൽ കമ്മ്യൂണിസം. വളരെ തന്മയത്വത്തോടുകൂടി നമ്മുടെ മക്കളുടെ ഇടയിൽ അനുവദിക്കാൻ വേണ്ടി, അവരതങ്ങനെ പാടി നടക്കാൻ വേണ്ടി, പതുക്കെ പതുക്കെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഒരു ബ്രാൻഡി കുപ്പി കയ്യിലുണ്ടെങ്കിൽ എന്താ? അഭിമാനത്തിന്റെ ലക്ഷണമായി നമ്മുടെ മക്കൾ ഇന്ന് ഇതൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. കുടുംബങ്ങൾ തകർന്നു തുടങ്ങിയിരിക്കുന്നു. ഈ കേരളത്തിന്റെ തീരദേശത്തേക്ക് 25,000 കോടി രൂപയുടെ ലഹരി എത്തിയപ്പോൾ നമ്മൾ ചർച്ച ചെയ്തോ? അത് അതിന്റെ വഴി പൊക്കോളും, ഉദ്യോഗസ്ഥര് നോക്കിക്കോളും എന്നല്ലേ പറഞ്ഞത്? നമ്മൾ മാതാപിതാക്കൾ തയ്യാറായോ? 25,000 കോടി രൂപയുടെ അന്താരാഷ്ട്ര കമ്പനിയുടെ മയക്കുമരുന്ന് കേരളത്തിന്റെ സമുദ്രതീരത്തെത്തിയപ്പോൾ നമ്മൾ ആരും ഞെട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ ബ്രൂവറിക്ക് വേണ്ടി ഒരു കൊടി കുത്താൻ പോലും ഒയാസിസിനെ പുള്ളിക്കാർ സമ്മതിക്കില്ലായിരുന്നു. ഇനിയും ഉണരാതെ കിടക്കുന്ന ഒരു മനസ്സുണ്ട് നമുക്ക്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു പോട്ടെ എന്ന് നമ്മൾ പറയുന്ന ഒരു മനസ്സ്. ആ മനസ്സുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടം അവസാനിക്കും. പക്ഷെ അടുത്തത് നമ്മുടെ തലമുറയാണ്. ആ തലമുറയ്ക്ക് അഭിമാനത്തോടുകൂടി ഇതെന്റെ മണ്ണാണ്, എനിക്ക് ജീവിക്കുവാനുള്ള അവകാശമുള്ള മണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മണ്ണിൽ തല ഉയർത്തിപ്പിടിച്ച് ആ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് അഭിമാനത്തോട് ജീവിക്കാൻ ഒരു തലമുറയ്ക്ക് ഇടമൊരുക്കി കൊടുക്കുവാൻ നമ്മുടെ കാലം കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇതിനെതിരെ പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത്. ആ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. ആ തലമുറയുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്യണം. നമ്മൾ ആ തലമുറയുടെ 2 തലമുറയ്ക്ക് അപ്പുറത്തേക്ക് അവരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അവസാനം വിളിച്ചു വരുത്തിയ അപകടത്തിന് നാട മുറിച്ചു കൊടുത്തുകൊണ്ട് ഈ കമ്പനിയെ അവിടെ അനുവദിച്ചുകൊണ്ട് അവര് മഴവെള്ള സംഭരണിയിൽ കൂടി ഇതെല്ലാം നടത്തിക്കോളുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ബുദ്ധിമുട്ടാൻ പോകുന്നത് ഇന്ന് എലപ്പള്ളിയിലുള്ള 55,000 ആളുകളായിരിക്കും. പക്ഷെ നാളെ ഈ പാലക്കാട് ജില്ലയിലെ എല്ലാവരും ബുദ്ധിമുട്ടാൻ പോവുകയാണ്. മലമ്പുഴയിൽ നിന്നുള്ള വെള്ളം ബ്രൂവറിക്ക് ഉപയോഗിക്കാമെന്ന് നിയമപരമായി എങ്ങും പറഞ്ഞിട്ടില്ല. അത് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാനാണ്. ശുദ്ധജലം മനുഷ്യന് അവന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. ബ്രൂവറിക്ക് വേണ്ടി മലമ്പുഴയിൽ നിന്നും വെള്ളം കൊടുക്കാമെന്ന ഒരു കരാറും ഒരു നിയമവും എങ്ങുമില്ല. പിന്നെ എവിടെ നിന്നാണ് ഇവർ വെള്ളം എടുക്കാൻ പോകുന്നത്? ഇത് നാളെ ആറി തണുക്കുമ്പോൾ, കമ്പനിക്ക് അനുമതി കിട്ടിക്കഴിയുമ്പോൾ അവരവിടെയെല്ലാം കുഴിക്കും. ഈ മലമ്പുഴയിൽ നിന്ന് ഉൾപ്പെടെ വെള്ളമെടുക്കും. ഇന്നേ പാലക്കാട്ട് കൃഷി നശിച്ചു കഴിഞ്ഞു. നാളെ ഈ പാലക്കാട് നെല്ലിന്റെ കലവറ എന്ന് പേര് കേട്ട പാലക്കാട്, ആ പാലക്കാടുള്ള തരിശു പാടങ്ങൾ കണ്ടുകൊണ്ട് കണ്ണു നനഞ്ഞിരിക്കുവാനുള്ള ഗതികേടിലേക്ക് നമ്മളെല്ലാം പോകും. ആ ഒരു ഗതികേട് ഉണ്ടാകാതിരിക്കാൻ നമുക്കൊന്നിച്ചു ചേരണ്ടേ? ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് തൊഴിൽ കൊടുക്കുമെന്ന. തൊഴിൽ കൊടുക്കുവാനാണെങ്കിൽ ഇവിടെ മാറി മാറി അധികാരത്തിൽ വന്നത് ഇവിടെ LDF-ഉം UDF-ഉമാ. ചോദിക്കണം, അധികാരത്തിൽ വന്ന് 10-60 വർഷക്കാലം ഇപ്പുറത്ത് ഈ 2 മുന്നണികളും കൂടി കേരളത്തിൽ അടച്ചുപൂട്ടിയത് 36 വ്യവസായ സ്ഥാപനങ്ങളെയാ. ഒരു പുതിയ സ്ഥാപനം തുടങ്ങാൻ പറ്റിയിട്ടുണ്ടോ? ഈ പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും VD സതീശന്റെ UDF-നും ഒരു സ്ഥാപനം പുതുതായി കേരളത്തിൽ ആരംഭിക്കാൻ പറ്റിയിട്ടുണ്ടോ? 36 വ്യവസായ സ്ഥാപനങ്ങളെ കേരളത്തിൽ നിന്നും കെട്ടുകെട്ട് ചാട്ടി ഓടിച്ച LDF-നും UDF-നും ഇവിടെ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അവരെ നമ്മൾ ചോദ്യം ചെയ്യണ്ടേ? ശശി തരൂര് പറഞ്ഞു, സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ വളരെ ഭംഗിയായി വരുന്നതിൽ സന്തോഷം. നമ്മൾ വിചാരിച്ചു, ഉടനെ ഏറ്റുപിടിച്ചു. ഒരു പുതിയ റോഡ് വന്നാൽ ഉടനെ ഇവിടുത്തെ അടുത്ത മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞു കോട്ടിട്ടിരിക്കുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മരുമോൻ ഉടനെ പോയി ഫ്ലെക്സ് വെക്കും. എന്റെ റോഡ്, സ്വന്തം റോഡ്. നിതിൻ ഗഡ്കരി ഇപ്പോഴും വന്ന് ഇപ്പോൾ നടക്കുന്ന ബിസിനസ്സുകാരുടെ കോൺക്ലേവിൽ ഇൻവെസ്റ്റ്മെന്റ്
ബിസിനസ്സുകാരെ എങ്ങനെ നടത്തണം എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന കൊച്ചിയിൽ നടക്കുന്ന ഇന്ന് അവസാനിക്കുന്ന കോൺക്ലേവിൽ വന്ന് വീണ്ടും 300 കോടി രൂപയുടെ പാക്കേജ് നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിട്ട് പോയിരിക്കുക. തീരദേശ പാതകൾ, ഗ്രീൻഫീൽഡ് ഹൈവേ, നാഷണൽ ഹൈവേകൾ. പിണറായി വിജയൻ എന്താ അവകാശം? പിണറായി വിജയന്റെ മരുമോൻ എന്താ അവകാശം അതിൽ ഫ്ലെക്സ് വെക്കാൻ? കേന്ദ്രം തരുന്ന പദ്ധതികൾ കോടിക്കണക്കിന് രൂപ കേന്ദ്രം തന്നപ്പോൾ ഈ കേരളത്തിൽ വികസനം എത്തി. ഇവിടെ നരേന്ദ്രമോദിജി എല്ലാ വീട്ടിലേക്കും കുടിവെള്ളം, ഒരു പൈപ്പ് കുടിവെള്ളത്തിനായി എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ജൽജീവൻ പദ്ധതി എത്തിക്കുമ്പോൾ പിണറായി വിജയൻ ഇവിടെ ബ്രൂവറി വാരിക്കോരി കൊടുത്ത് വെള്ളം കുഴിച്ചെടുത്ത് ഇവിടെയുള്ളവരെ അവിടെ ഇട്ടോളാനാ പറയുന്നത്. നരേന്ദ്രമോദി ജൽജീവൻ പദ്ധതി പ്രകാരം കുടിവെള്ളം എത്തിക്കുമ്പോൾ പിണറായി വിജയൻ ആ കുടിവെള്ളം ഇല്ലാതാക്കാൻ നോക്കുന്നു. ഇവിടെ നിതിൻ ഗഡ്കരി നാഷണൽ ഹൈവേക്കും നാഷണൽ വികസന അതോറിറ്റി ഇവിടെ വാരിക്കോരി പണം തരുമ്പോൾ അത് സ്വന്തം പോക്കറ്റിലാക്കാൻ നോക്കുന്നു ഇടതുപക്ഷം. ഇവിടെ സ്റ്റാർട്ടപ്പുകള് 10 വർഷം മുമ്പ് 4000 സ്റ്റാർട്ടപ്പുകൾ മാത്രമായി ഈ രാജ്യത്തുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ശശി തരൂര് അഭിമാനത്തോടെ പറഞ്ഞ സ്റ്റാർട്ടപ്പുകളില്ലേ? പ്രധാനമന്ത്രി അധികാരത്തിൽ വരുമ്പോൾ 4000 സ്റ്റാർട്ടപ്പുകൾ മാത്രമുണ്ടായിരുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ 1,40,000 സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിലുണ്ട് എന്ന അഭിമാനത്തോടു കൂടി ആ ദേശീയവാദത്തിന്റെ ഒപ്പം നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ഒപ്പം നിൽക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം, 4000 സ്റ്റാർട്ടപ്പുകൾ ഇന്ന് 1,40,000 സ്റ്റാർട്ടപ്പുകൾ ഈ രാജ്യത്തുണ്ടായപ്പോൾ അതിൽ കേരളത്തിന് കിട്ടേണ്ട വിഹിതമാണ് ഇവിടെ എത്തിയത്. അല്ലാതെ പിണറായി വിജയൻ കൊണ്ടുവന്ന സ്റ്റാർട്ടപ്പ് അല്ല. പിണറായി വിജയൻ കൊണ്ടുവന്ന സ്റ്റാർട്ടപ്പ് ഏതായിരുന്നു? ഒന്ന് നവകേരള സദസ് എന്ന് പറഞ്ഞ് ഏതാണ്ട് 1.5 കോടി രൂപ ഉണ്ടാക്കി ഇരുന്ന് കറങ്ങാനുള്ള റിക്ലൈനർ ചെയറുകൾ ഉൾപ്പെടെ മന്ത്രിമാർക്കുണ്ടാക്കി. സ്റ്റാർട്ടപ്പാണ് പിണറായി വിജയന്റെ. അതില് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാക്കി ഏതാണ്ട് 1 മാസക്കാലം ഈ കേരളത്തിലൂടെ കറങ്ങി പരാതികൾ സ്വീകരിച്ച് അങ്ങ് തിരുവനന്തപുരത്ത് ഒരു സ്റ്റാർട്ടപ്പ് അവസാനിച്ചു. ആ സ്റ്റാർട്ടപ്പ് അവസാനിച്ചപ്പോൾ ഏതാണ്ട് 1.5 കോടിയുടെ സ്റ്റാർട്ടപ്പ് പൊളിച്ചു മാറ്റിയ കക്കൂസ് ഉൾപ്പെടെ പിണറായി വിജയന്റെ പേരിൽ സ്മാരകമായി ഇന്നും അവിടെ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞറിയാൻ സാധിക്കുന്നത്. ഇതാണ് പിണറായി വിജയൻ തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ്. പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് ഇപ്പൊ ഇവിടെ വരുന്ന ഏലപ്പുള്ളിയിൽ വരുന്ന ബ്രൂവറി, ഒയാസിസ് കമ്പനിയുടെ ബ്രൂവറി, ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ്. ഇങ്ങനത്തെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുമ്പോൾ, പിണറായി വിജയൻ ആരംഭിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി 4000 സ്റ്റാർട്ടപ്പുകൾ ഈ രാജ്യത്തുണ്ടായിരുന്നത് 1,40,000 സ്റ്റാർട്ടപ്പുകളായി വർദ്ധിപ്പിച്ചു. ഈ പാലക്കാടല്ലേ മൻ കി ബാത്തില് കാർത്തുമ്പിക്കുടയെ കുറിച്ച് പ്രധാനമന്ത്രി ഈ രാജ്യത്തോട് സംസാരിച്ചത്? ഇവിടുത്തെ ഏതെങ്കിലും ഒരു MP-യോ MLA-യോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവോ ഈ കാർത്തുമ്പിക്കുടയെ കുറിച്ച് അറിഞ്ഞിരുന്നോ? ഇന്ത്യയുടെ ആരാധനായ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ മൻ കി ബാത്തിൽ പാലക്കാട് ഉണ്ടാക്കുന്ന, അട്ടപ്പാടിയിൽ ഉണ്ടാക്കുന്ന കാർത്തുമ്പിക്കുടയെ കുറിച്ച് ഈ രാജ്യത്തോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം. അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ കേന്ദ്രം എന്താ പറഞ്ഞത്? അരവിന്ദ് കെജ്രിവാള് ആനയാണ്, ചേനയാണ്, ദൈവമാണ്, ഡൽഹിക്കാരുടെ സ്വപ്നമാണ്, മാതൃകാ പുരുഷനാണ്. അന്നേ നമ്മൾ പറഞ്ഞു കെജ്രിവാളിന്റെ കൂട്ടുകെട്ട് ശരിയല്ല. ഇവിടെ പലർക്കും സ്വരാസുമായിട്ടൊക്കെ ബന്ധമുണ്ട്. കെജ്രിവാളിനും അതുപോലെയുള്ള ബന്ധമുണ്ട്. കാനഡയിലുള്ള പല ശില്പന്തികളുമായിട്ട് ബന്ധമുണ്ട്. ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. പലതും സംഭവിക്കും. ഡൽഹിയിലും മദ്യനയം തിരുത്തി എന്താണ് ഇതുപോലെയുള്ള പെട്ടിക്കടകളിൽ കൂടി ചെന്നാൽ ഇഷ്ടമുള്ളത് ടേസ്റ്റ് ചെയ്യാം, ഒഴിച്ചു തരും. ഇഷ്ടമുള്ള ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ 1-2 മുന്തിരി എടുത്ത് കഴിക്കുന്ന പോലെ, മധുരമാണോ പുളിയാണോ എന്ന് നോക്കുന്നത് പോലെ ഡൽഹിയിൽ പെട്ടിക്കടകളിൽ കൂടി ഒഴിച്ചു തരും ഇഷ്ടമുള്ളത്. എല്ലാം ടേസ്റ്റ് നോക്കിയിട്ട് ഏത് വേണം, ഏത് ബ്രാൻഡ് വേണമെന്ന് പറയാം. ഇപ്പൊ കെജ്രിവാൾ എവിടെയാ? കെജ്രിവാൾ ഇപ്പൊ എവിടെയാ? ഡൽഹിയിലെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തു, എല്ലാം ഫ്രീ ആയിട്ട് എത്തിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഡൽഹിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്താണ് യഥാർത്ഥ വികസനം. രാജ്യത്തെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട് ഒരു വികസനം എത്തിക്കാൻ സാധിക്കുമോ? ഒരു ജനാധിപത്യ രാജ്യത്തിൽ സകലതും മനുഷ്യന് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട് ഒരു വികസനം എത്തിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന മൂഢസങ്കല്പം ഡൽഹിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അവിടുത്തെ ഡൽഹി മദ്യനയം എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു.
അവിടെ എന്താ പറ്റിയത്? കെജ്രിവാളിന് പാട്ട് പാടുകയായിരുന്നു. ഇവിടെ ആര്? പിണറായി വിജയനും സഖാക്കന്മാരും വി ഡി സതീശനും രാഹുൽ ഗാന്ധിയും ഒക്കെ പാട്ടുപാടി പുകഴ്ത്തിയ കെജ്രിവാളിനെ കാണാനില്ല. ഇന്നവിടെ ഒരു ഝാൻസി റാണി, ഒരു അഖന്യാഭായ് ഹോൾക്കർ ബിജെപിയുടെ നേതൃത്വത്തിൽ അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി രേഖ ശർമ്മ ഗുപ്ത. കേരളത്തില് സഖാക്കന്മാരോട് ചോദിക്കുക, നവോത്ഥാന കേരളത്തിൽ നവോത്ഥാനം കൊണ്ടുവരുന്ന ഈ കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി നിങ്ങളാണെങ്കിൽ, അടുത്ത പാർട്ടി ഭരണം നിങ്ങളാണെങ്കിൽ ഒരു വനിതയെ മുഖ്യമന്ത്രിയാക്കുമോ? ശൈലജ ടീച്ചറിനെ കാണാനില്ല, ശ്രീമതി ടീച്ചറിനെ കാണാനില്ല, ഒരു ടീച്ചറമ്മമാരെയും കാണാനില്ല. എവിടെ ഇടതുപക്ഷത്തിന്റെ വനിതകൾ? ഡൽഹിയിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു വനിതയെ പ്രധാന മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നു. എന്താണ് വനിതകൾക്കുള്ള പ്രാധാന്യം? അത് കാണിച്ചു കൊടുക്കുന്നു നരേന്ദ്രമോദിയുടെ ഭരണം. ഇവിടെ പിണറായി വിജയൻ ഇരുന്ന് വയർക്കുക, ഇവിടെ ഇരുന്ന് വയർക്കുക, എങ്ങനെ ഇത് ഉന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആലോചിക്കുക. 550 കോടി ചൂരൽമലയില് വായ്പാ ധനസഹായം വേണമെന്നാ പറഞ്ഞത്. ആ പറഞ്ഞതുപോലെ അനുവദിച്ചു. 50 വർഷത്തേക്ക് ഇത് പലിശയില്ലാതെ വായ്പാ ഇനത്തിൽ 550 കോടി രൂപ അനുവദിച്ചു ചൂരൽമലയില്. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ SDRF ഫണ്ടില് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവില് 780 കോടി രൂപ തൊടാതെ കിടക്കുമ്പോഴാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും അങ്ങ് വടക്കോട്ട് നോക്കി നരേന്ദ്രമോദിയെ തെറിവിളിച്ചുകൊണ്ടിരുന്നത്, നിർമ്മലാ സീതാരാമനെ തെറിവിളിച്ചുകൊണ്ടിരുന്നത്. 550 കോടി രൂപ അനുവദിച്ചപ്പോ വായ്പാ ധനസഹായം ചോദിച്ച് അനുവദിച്ചിട്ട് വി ഡി സതീശനും എല്ലാരും കൂടി ചേർന്ന് പറയുകയാണ്, എന്താ നമുക്കൊന്നിച്ച് സമരം ചെയ്യണം. ആർക്കെതിരെ? നരേന്ദ്രമോദിക്കെതിരെ. നാണമില്ലേ ഇന്ത്യ സഖ്യം നിങ്ങൾക്ക്? ഈ കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന പദ്ധതികളുടെ ഗുണഫലമല്ലാതെ ഈ സർക്കാരിന്റെ എന്ത് നേട്ടമുണ്ടോ ഒരെണ്ണം എടുത്തു പറയാൻ ഞങ്ങൾ വെല്ലുവിളിക്കുക. ഇവിടുത്തെ സഖാക്കന്മാര് ഞങ്ങൾ കണക്ക് വെച്ച് പറയാം. കേന്ദ്രം തന്നിരിക്കുന്ന പദ്ധതികൾ, നീക്കിവെച്ചിരിക്കുന്ന തുക ഞങ്ങൾ പറയാം. ആശാവർക്കർമാര് സമരം നടത്തുന്നുണ്ടല്ലോ. ആശാവർക്കർമാര് സമരം നടത്തുമ്പോൾ ഹെൽത്ത് മാനേജ്മെന്റിലേക്ക് കേന്ദ്രം കേരളത്തിന് അനുവദിച്ചത് 98 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. എന്തിനാന്നിട്ടും ആശാവർക്കർമാര് അവരവിടെ സമരം നടത്തുന്നത്? എന്തുകൊണ്ട് പിണറായി വിജയൻ അവർക്കുള്ള ശമ്പളം കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് അവരെ പരിഗണിക്കുന്നില്ല? കേന്ദ്രമെല്ലാം ഇവിടെ എത്തിക്കുന്നു. 98 കോടി രൂപ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റിന് വേണ്ടി ഈ കേരളത്തിന് കൊടുത്തിരിക്കുക. ആശാവർക്കർമാർ സമരത്തില. ഇവിടെ ആരാണ് സമരം ചെയ്യാതെ ഉള്ളത്? ഇവിടെ ഈ നശിച്ച ഭരണത്തിനെതിരെ, ഈ ദുഷിച്ച ഭരണത്തിനെതിരെ ഓരോ ദിവസവും സമരം ചെയ്യേണ്ട ഗതികേടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഓരോ ദിവസവും ദൈവത്തിന്റെ സ്വന്തം നാടിനെ ഇന്ന് ചെകുത്താന്റെ സ്വന്തം നാടാക്കി മാറ്റിയിരിക്കുന്ന ഭരണം നമ്മൾ കണ്ടു. ഉത്സവത്തിലൊക്കെ നമ്മള് ഇഷ്ടപ്പെട്ട ഭഗവാന്മാരുടെ ചിത്രം, ആനപ്പുറത്തിരുന്നു കൊണ്ട് കുടമാറ്റം, ഇഷ്ടപ്പെട്ട ഭഗവാന്മാരുടെ ചിത്രം ഒക്കെ നമ്മൾ മാറ്റി മാറ്റി കാണിക്കും, അല്ലെ ഡിസ്പ്ലേ ബോർഡിലൊക്കെ വരും. പക്ഷെ ഈ പാലക്കാടല്ലേ ഹമാസ് ഭീകരവാദികളുടെ ചിത്രം ഒരു ഉറൂസിൽ ആനപ്പുറത്തിരുന്ന് മാറി മാറി കാണിക്കുന്നത് കണ്ടത്? ആ ഗതികേട്ടിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. ഇന്നിത് ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും അഴിഞ്ഞാട്ട കേന്ദ്രമായി മാറിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയന് മാത്രമല്ല, വി ഡി സതീശനും സുധാകരനും ഉൾപ്പെടെയുണ്ട്. കാരണം അഡ്ജസ്റ്റ്മെന്റ് ഭരണമായി ഇവിടെ രണ്ടുപേർക്കും സംസാരിക്കാൻ ഒരേ കാര്യമേ ഉള്ളൂ, കേന്ദ്രത്തെ പഴി പറയുക. കേന്ദ്രം കൊടുക്കുന്നതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കേന്ദ്രത്തെ പഴി പറയുക. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഏപ്രിൽ മാസം മുതൽ കുടുംബശ്രീ യൂണിറ്റുകളിലും അയൽക്കൂട്ടങ്ങളിലുമുള്ള അമ്മമാർ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുമല്ലോ. 4 ലക്ഷം രൂപ വരെ അവർക്ക് വ്യക്തിഗത വായ്പ എടുക്കുവാൻ, കുടുംബശ്രീയിൽ അംഗമായിട്ടുള്ള സ്ത്രീകൾക്ക് വായ്പ എടുക്കുവാനുള്ള പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുക. 2 ലക്ഷം എന്നുള്ളത് 4 ലക്ഷമാക്കി വ്യക്തിഗത വായ്പാ ഇനത്തിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഏത് ഗവൺമെന്റ് ഇതിനു മുമ്പിൽ ചെയ്തിട്ടുള്ളത്? ഏത് ഗവൺമെന്റ്? ഈ നരേന്ദ്രമോദി സർക്കാർ. ഇവിടെ നിന്നും ശ്രീമാൻ സുരേഷ് ഗോപി ഇപ്പോൾ നമ്മുടെ MP ആയി ലോക്സഭയിൽ എത്തിയിട്ടുണ്ട്. അല്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP യോ MLA യോ ഈ കേരളത്തിൽ ഇല്ലാതിരുന്നിട്ടും ഇവിടേക്ക്
അധികാരത്തിലെത്തിയ 2014 മുതൽ കൈയഴിച്ച് ധനസഹായം നൽകിയ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ ഈ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഓരോ സംസ്ഥാനമായി ഇന്ന് BJPയുടെ കൈകളിലേക്ക് ജനങ്ങൾ വെച്ചു കൊടുക്കുന്നത്. ഇന്ന് ഡബിൾ എഞ്ചിൻ സർക്കാരിനെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു. ഡൽഹിയിൽ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തു. ഇനി കോൺഗ്രസ് ഇരിക്കുന്ന 2-3 സംസ്ഥാനങ്ങൾ കൂടി, അവിടെയും ഈ കേരളം ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറബിക്കടലിൽ പോയി പതിക്കുന്ന നാളുകൾ അകലെയല്ല എന്ന് നമുക്കറിയാം. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപതനം അറബിക്കടലിലാണെന്ന് വിളിച്ചോതിക്കൊണ്ട് ഇന്നിവിടെ ഈ ഇന്ത്യ സഖ്യം പിണറായി വിജയൻ ഭരണം നടത്തുമ്പോൾ ഈ കേരളവും ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ നേരായ വഴിയിൽ കൂടി ചിന്തിക്കുന്ന, നട്ടല് വളയാതെ നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിൽ വെച്ചു കൊടുത്തുകൊണ്ട് ഡബിൾ എഞ്ചിൻ സർക്കാരിന് നിങ്ങൾ നേതൃത്വം നൽകൂ എന്ന് പറയുന്ന കാലം വിദൂരത്തിലല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പടപൊരുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ടിരിക്കും. നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കും. നമുക്ക് ഈ ബ്രൂവറി വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങളെ കുടിപ്പിച്ചു കിടത്തുന്ന, നമ്മുടെ കുടുംബങ്ങളെ ഇല്ലാതാക്കുന്ന ഈ മദ്യനയം നമുക്ക് വേണ്ട. ഇവിടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഈ മദ്യനയം നമുക്ക് വേണ്ട. നമുക്ക് ഇങ്ങനെ ഈ നാടിനെ നശിപ്പിക്കുന്ന ഒരു മേഖലയിൽ നിന്നുകൊണ്ടുള്ള തൊഴിൽ നമുക്ക് വേണ്ട. അല്ലാതെ തൊഴിൽ തരട്ടെ. പുഷ്പനെ കണ്ടവരുണ്ടോ എന്ന് പാടി നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് സ്വകാര്യ കോളേജുകളിൽ കേരളത്തിൽ അനുവദിക്കണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് ഒന്നുകൂടി സഖാക്കന്മാരോട് വിരൽ ചൂണ്ടി നമ്മൾ ചോദിക്കണം. TP ശ്രീനിവാസന്റെ കാരണത്തടിച്ച SFIക്കാരനോട് ചോദിക്കണം. ആ അവസ്ഥയിലേക്ക് കേരളം മാറ്റണം. ആ മാറ്റത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുവാൻ, ഈ അനീതിക്കെതിരെ ഒന്നിച്ചു പോരാടുവാൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവത്വം പേറുന്ന ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, നോക്കൂ, ഭാരതീയ ജനതാ പാർട്ടിക്കല്ലേ ഇങ്ങനെ ഒരു ജില്ലാ പ്രസിഡന്റിനെ കൊണ്ടുവരാൻ പറ്റൂ? യുവാക്കളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നു, സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാവരും ഈ രാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ ഒന്നിച്ചു നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി എടുത്തിരിക്കുന്ന നിലപാട്, ഭാരതീയ ജനതാ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാടിന്റെ ഭാഗമായി പ്രശാന്ത് ശിവനെ പോലെയുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഇന്ന് നേതൃനിരയിലേക്ക് വന്നിരിക്കുന്നു. അവർ ഏറ്റെടുത്തിരിക്കുന്ന ഈ സമരം അത് വിജയിപ്പിക്കുവാൻ ഒറ്റക്കെട്ടായി നിങ്ങൾ കൂടെ നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, ഈ ബ്രൂവറി ഈ മണ്ണിൽ അനുവദിക്കരുത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ശപഥം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്, ഒരിക്കൽ കൂടി അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഈ സമര പരിപാടി സമാപനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വന്ദേ മാതരം.